ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് റെസിപ്പീസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ദിവസമായി നമ്മളിത് ഷൂട്ട് ചെയ്തിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സാധാരണ പറയുന്ന പോലെ തന്നെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് നമുക്ക് ഉള്ളിയുടെ തയ്യാറാക്കാം. അതിനായിട്ട് സവാള ഇതുപോലെ നൈസായിട്ട് വേണം അരിയാനായിട്ട്. കട്ടിയിൽ അരിയരുത് കേട്ടോ. കട്ടിയിൽ അരിഞ്ഞാൽ അത് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. സോ നമ്മളിത് നന്നായിട്ട് ഇതുപോലെ നൈസായിട്ട് വേണം അരിയാനായിട്ട്. ഇനി ഇതിൽ ചേർക്കുന്നത് ഇഞ്ചി, പച്ചമുളക്, മല്ലിച്ചപ്പ്, കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തെടുക്കാം. പിന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർത്തെടുക്കുന്നത് മുരിങ്ങയുടെ ഇലയാണ്. മുരിങ്ങയുടെ ഇല ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കടലമാവ്. സാധാരണ നമ്മൾ കടലമാവിൽ മാത്രമാണ് ഉള്ളിവട തയ്യാറാക്കുക. പക്ഷേ മൈദ കൂടുതൽ ചേർക്കുമ്പോഴാണ് അതിന് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 1 ടേബിൾ സ്പൂണ് കടലമാവ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരല്പം മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. വെള്ളം കൂടി പോകാൻ പാടില്ല കേട്ടോ. കുറച്ച് വേണം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാനായിട്ട്. ഇനി ഒരു പാന് ചൂടാക്കിയിട്ട് അതിൽ ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലാവുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലാവുമ്പോൾ ഒരുപാട് എണ്ണ കുടിക്കും. സോ മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് പൊരിച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പണ്ട് നോമ്പുതുറയുടെ ടൈമിലൊക്കെ നമ്മുടെ കട്ട്ലേറ്റ്, സമൂസയൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ ഏറ്റവും നമ്മൾ സിമ്പിളായിട്ട് തയ്യാറാക്കിയൊരു ഐറ്റമായിരുന്നു ഈ ഉള്ളിവട. നമുക്ക് വേണമെങ്കിൽ ചിക്കന് വേവിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണമെങ്കിൽ ഇതിൽ ചേർത്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തത് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് മുളക് ബജിയാണ്. അതിനായിട്ട് നന്നായിട്ട് മുളക് നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ സെൻറ്റർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഞാനിവിടെ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണ്. സോ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ മുളകൊക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഒരു മസാല കൂട്ടുന്ന ആ ഒരു ടൈം വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാനായിട്ട് 1.5 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി ചേർക്കുന്നത് നമ്മുടെ ആ ഒരു ബജി ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു ഇഞ്ചിനീര് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ബേക്കിംഗ് സോഡയ്ക്ക് പകരമാണ് കേട്ടോ. ഇനി ഒരു നുള്ള് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ആവശ്യത്തിന് മാത്രം മതി. ഓവറായിട്ട് ചേർത്ത് കൊടുക്കരുത്. കുറേശ്ശെ ആയിട്ട് വേണം ചേർത്തെടുക്കാനായിട്ട്. ഏകദേശം ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കാനായിട്ട്. ഒരുപാട് ലൂസാവാനും പാടില്ല, ഇനി ഒരുപാട് കട്ടിയാവാനും പാടില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ മുളകും ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ സമോസ തയ്യാറാക്കാം. അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ പീസും കൂടി ഞാനിത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. അതിനായിട്ട് ബോൺലെസ് ചിക്കൻ വേണം എടുക്കാനായിട്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് സമോസ തയ്യാറാക്കാനായിട്ട് പോണത്. അതാ നമ്മുടെ ഗ്രീൻ പീസും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് സെപ്പറേറ്റ് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് തന്നെ നമ്മൾ ആ ഒരു മസാലയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ചൂടായ ഒരു പാനിൽ കുറച്ച് ഓയിൽ വെച്ചെടുക്കാം. ആദ്യം ഞാൻ ചേർത്തെടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ് കേട്ടോ. പച്ചമുളക് സെപ്പറേറ്റ് കട്ട് ചെയ്യുന്നില്ല. ഈ ഒരു പേസ്റ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ചെടുത്തതാണ്. ഇതൊന്ന് ആ ഒരു പച്ച സ്മെല്ല് മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. അത് കഴിഞ്ഞ് അതിലേക്ക് സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നൈസായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വഴച്ചെടുക്കുന്നുണ്ട്. മസാല തയ്യാറാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സവാള എത്രത്തോളം വഴറ്റുന്നുവോ അത്രത്തോളം നമ്മൾ ആ ഒരു മസാലയ്ക്ക് ടേസ്റ്റ് കൂടും. സോ നമ്മളിത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. എപ്പോഴാണ് നമുക്ക് ആ ഒരു ഫില്ലിങ്ങിൽ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാനുള്ളൊരു സൂത്രപ്പണിയാണ്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഇതുപോലെ പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും. ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ചിക്കന് കുക്കായി വന്നത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അത് നന്നായിട്ട് ഉടച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ വേണം ആക്കാനായിട്ട്. അപ്പോൾ നമുക്ക് സമോസ തയ്യാറാക്കുമ്പോൾ ഈ ഒരു ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റാണ് ഉരുളൻകിഴങ്ങ് ചേർത്തെടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ സവാള നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടി ആയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഉപ്പ് ചേർത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ ചേർത്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്രീൻ പീസ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉരുളക്കിഴങ്ങും ചിക്കനും ഒക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു മസാല തയ്യാറാക്കാനായിട്ട് നല്ലൊരു എളുപ്പമാണ്. നമ്മൾ സവാള വഴറ്റുന്ന ആ ഒരു ടൈം മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ ഒരു ടൈമിൽ കുറച്ച് മൈദ കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് പേസ്റ്റാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് സമോസയുടെ ലീഫ് ഒട്ടിച്ചെടുക്കുന്നത്. ഇനി ഓരോ സമോസ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് സമോസയുടെ ഓരോ ലീഫ് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് ഫോൾഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം പൊരിക്കാനായിട്ട്. നേരത്തെ പറഞ്ഞ പോലെ ലോ ഫ്ലെയിമിൽ പൊരിക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് എണ്ണ പിടിക്കും ഈ ഒരു സമോസയിൽ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഓരോന്നോരോന്ന് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. റംലാന് മാത്രമല്ല കേട്ടോ, നമുക്കിത് നല്ലൊരു 4 മണി പലഹാരമായിട്ടും കൂടിയിട്ട് തയ്യാറാക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. ആ ഒരു ഉരുളൻകിഴങ്ങും അതുപോലെ ഗ്രീൻ പീസ് ചിക്കൻ്റെ ഒക്കെ ആ ഒരു ഫില്ലിങ് നല്ലൊരു ടേസ്റ്റാണ്. നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു സമോസ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേ സെയിം മസാല വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു വെറൈറ്റി സ്നാക്സ് കൂടി തയ്യാറാക്കാം. അതിനായിട്ട് ബ്രെഡാണ് വേണ്ടത്. ബ്രെഡ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് മസാല വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് റോളാക്കി എടുക്കാം. ഇനി ആവശ്യമെങ്കിൽ കുറച്ച് മൈദയുടെ പേസ്റ്റ് ഇതുപോലെ ഈ ഒരു ഭാഗത്തൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം റോളാക്കിയിട്ട് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു വെറൈറ്റി സ്നാക്സ് കൂടിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഗൈസ്, ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ റമളാനിലൊക്കെ എടുത്തൊരു വീഡിയോസ് ആയിരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ സ്നാക്സ് റെസിപ്പിൻ്റെയൊക്കെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മളതിൻ്റെ റെസിപ്പി ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ റമളാന് മാത്രമല്ല കേട്ടോ, നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്സ് ആയിട്ടും ഇത് തയ്യാറാക്കാനായിട്ട് പറ്റും. പിന്നെ സ്നാക്സ് മാത്രമല്ല, ഒരുപാട് സ്വീറ്റ്സിൻ്റെ വീഡിയോസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിസ്ക്കറ്റ് പുഡിങ്, കുനാഫ, അതുപോലെ ഈ ഒരു സംഭവം ഞാൻ മുന്നേ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഏത് റെസിപ്പിയാണെന്ന് ചോദിച്ചിട്ട്, പേരറിയോ ചോദിച്ചിട്ട്. അപ്പോൾ ആരൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സിനമൺ റോളാണെന്ന്. എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ബിസ്ക്കറ്റ് പുഡിങ് ആയിരുന്നു. നമുക്ക് ഇതുപോലെ ഒരുപാട് സ്വീറ്റ്സ് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ റമളാന്. അപ്പോൾ ഗൈസ്, ഒരുപാട് ദിവസങ്ങളെടുത്തിട്ടാണ് ഈ ഒരു ലോങ് വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടെന്നറിയാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോസ് ആകുമ്പോൾ ആ ഒരു തെറ്റ് കൂടാതെ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനിയും റെസിപ്പീസ് ഇടാത്ത. ഇനിയും ഒരുപാട് വീഡിയോസ് നമ്മളിതുപോലെ ചെയ്യുന്നുണ്ട്. ഇത് ബ്രെഡ് പേസ്റ്റാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ റെസിപ്പീസ് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ പൊട്ടിക്കണമെന്നൊന്നും പറയണില്ല, എന്നാലൊന്നും കൂടെ കൂട്ടുക. താങ്ക് യു.